തീർച്ചയായിട്ടും നമുക്ക് കുടലിലുണ്ടാവുന്ന അതായത് ഗട്ട്സ് അതിലുണ്ടാവുന്ന പ്രശ്നങ്ങള് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മെന്റലി വരുന്ന ഒരുപാട് കാര്യങ്ങളാണ്. സ്ട്രെസ്സ്, ടെൻഷൻ, ആങ്സൈറ്റി ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നോർമലി നമുക്ക് ഇതുപോലെയുള്ള ഭക്ഷണം ഡൈജഷൻ ആയിക്കഴിഞ്ഞാലും ഡയറിയ ആയിക്കഴിഞ്ഞാലും വൊമിറ്റിങ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ വരുന്ന ഇതിലൂടെയാണ്. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് IBS എന്നുള്ളൊരു കാര്യം. IBSന് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹിപ്നോതെറാപ്പി തന്നെയാണ്. അതിൽ ഏജ് റിഗ്രഷൻ എന്നൊരു കാര്യമുണ്ട്. അതിലൂടെ നമുക്ക് ഈസി ആയിട്ട് IBS മൂവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇതിന്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ്, ടെൻഷൻ, ആങ്സൈറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ കുടലിലുള്ള ചില ബാക്ടീരിയസിന് നേരിട്ടിട്ട് തന്നെ നെർവ്സ് വഴി നമ്മുടെ ബ്രെയിനെ അറിയിക്കാൻ പറ്റും. ദേ ഇന്ന പ്രശ്നങ്ങളുണ്ട് എനിക്ക്. അതുകൊണ്ട് ഇത് നേരെ വേണം നടക്കണില്ല എന്ന് പറയുമ്പോൾ നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ ആങ്സൈറ്റി, സ്ട്രെസ്സ് കാര്യങ്ങൾ തുടങ്ങിയവയൊക്കെ സ്വാധീനിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റുന്ന കാര്യമാണ്. അതിനെ പറയുന്ന പേരാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയാറുണ്ട്. ഇതിൽ ഏറ്റവും നന്നായിട്ട് IBS പോലെയുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ഹിപ്നോതെറാപ്പിയാണ്. അപ്പോൾ ഹിപ്നോതെറാപ്പിയിലൂടെ തന്നെ നമുക്ക് ഇതിനെ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഡേ ടു ഡേ ലൈഫിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് ഫേസിനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു രീതിയാണത് ഹിപ്നോതെറാപ്പി.